ഹായ് ഫ്രണ്ട്സ്, ട്രാവൽ ആർട്ട് ഐഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാൻ ഇന്ന് എത്തിയിരിക്കുന്നത് ഓസ്മോ ആക്ഷൻ ക്യാമറയ്ക്ക് വേണ്ടിയുള്ള ഒരു വ്ളോഗിംഗ് കേസുമായിട്ടാണ്. നമുക്ക് ഓൾറെഡി ഓസ്മോ ആക്ഷൻ ക്യാമറ വാങ്ങിക്കുമ്പോൾ അതിലൊരു കേസുണ്ട്. പക്ഷേ നമുക്ക് അതിന് ഒരുപാട് പരിമിതികളുണ്ട്. ചാർജ് ചെയ്യാൻ നമുക്ക് ഈ കേസ് ഊരി മാറ്റിയതിന് ശേഷം മാത്രമേ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈറ്റോ ഷോട്ട് ഗൺ മൈക്കോ കണക്ട് ചെയ്യണമെങ്കിൽ നമുക്കിതിനകത്തൊരു കോൾഡ് ഷൂ മൗണ്ട് ഇല്ല. അത് ഇതിൻ്റെ ഒരു പോരായ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മറ്റൊരു വ്ളോഗിംഗ് കേസ് വാങ്ങിച്ചിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകൾ ആ വ്ളോഗിംഗ് കേസിനുണ്ട്. അപ്പോൾ നമുക്കതൊക്കെ കാണാം. ഒരു ബാക്ക് പാക്കൊക്കെ ആയിട്ട് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ബാഗിൻ്റെ സ്ട്രാപ്പിൽ നമുക്ക് ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് കൂടി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് ഓസ്മോ ആക്ഷൻ ക്യാമറയിൽ അറ്റാച്ച് ചെയ്ത് നമുക്ക് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇനി ഓസ്മോ ആക്ഷൻ ക്യാമറയും ഈ ക്ലിപ്പും അതുപോലെ തന്നെ വ്ളോഗിംഗ് കേസും ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ആമസോണിൽ നിന്നാണ്. ആമസോണിലെ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ വില അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ കയറി നോക്കാം. അതുപോലെ തന്നെ ഇത് പർച്ചേസ് ചെയ്യാനും നിങ്ങൾക്ക് ഈ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. കൂടാതെ ഓസ്മോ ആക്ഷൻ ക്യാമറയെക്കുറിച്ച് ഒരു ഡീറ്റെയിൽ റിവ്യൂവും അൺബോക്സിങ്ങും ഞാൻ ചെയ്തിരുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. കാണാത്തവരാണെങ്കിൽ കണ്ടു നോക്കുക. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്കിനി ഈ ബോക്സ് ഒന്ന് തുറന്നു നോക്കാം. എങ്ങനെയാണ് ഈ ക്ലിപ്പ് വന്നിട്ടുള്ളതെന്നും അതുപോലെ തന്നെ വ്ളോഗിംഗ് കേസ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് വ്ളോഗിംഗ് കേസ്. നമുക്ക് ചെറിയൊരു ബോക്സിലാണ് വന്നിട്ടുള്ളത്. വെർട്ടിക്കൽ ഫ്രെയിം ഹൗസിംഗ് എന്നാണ് ഇതിൻ്റെ പേര് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് തുറന്നു നോക്കിയിട്ട് എങ്ങനെയാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത് നോക്കാം. വ്ളോഗിംഗ് കേസ് വന്നിട്ടുണ്ട്. നമുക്ക് ഒരു സ്ക്രൂ ഉണ്ട്. അതുപോലെ തന്നെ ഇതാണ് കേസ്. പിന്നെ വന്നിട്ടുള്ളത് ജെ മൗണ്ടാണ്. നമുക്ക് ഹെൽമെറ്റിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൗണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ ഉള്ളത് ഈ ക്ലിപ്പാണ്. ഇങ്ങനെ ക്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ക്ലിപ്പ്. ഇനി നമുക്ക് ഓസ്മോ ആക്ഷൻ ക്യാമറയുടെ ഈ കേസ് ഒന്ന് മാറ്റിയിട്ട് ഈ കേസ് ഒന്ന് ഇട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കേസ് ഇട്ട് കഴിഞ്ഞു. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നത്. അപ്പോൾ കേസ് ഊരാണ്ട് തന്നെ നമുക്ക് ഇത് ഊരിയിട്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ പെട്ടെന്ന് ചാർജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചാർജ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത, ഈ സൈഡിൽ നമുക്ക് ചെറിയ ലൈറ്റുകളോ ഷോട്ട് ഗൺ മൈക്കോ ഒക്കെ കണക്ട് ചെയ്യാൻ സാധിക്കും. ഇത് നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. പെട്ടെന്നൊന്നും ഇത് പൊട്ടിപ്പോകാനുള്ള സാധ്യതയൊന്നുമില്ല. നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് വെർട്ടിക്കലായിട്ട് വീഡിയോ ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ നമുക്ക് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് ഈ ക്ലിപ്പ് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കൊന്ന് അറ്റാച്ച് ചെയ്ത് നോക്കാം. ഇങ്ങനെ സാവകാശം ഊരിയെടുക്കുക. അതേപോലെ തന്നെ നമ്മളിവിടെ പ്ലേസ് ചെയ്ത് കൊടുക്കുക. ഇത് നമ്മുടെ സെൽഫി സ്റ്റിക്കിലോ ട്രൈപോഡിലോ ഒക്കെ കണക്ട് ചെയ്തിട്ട് നമുക്ക് വെർട്ടിക്കലായിട്ട് വീഡിയോസ് ഷൂട്ട് ചെയ്യാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ക്ലിപ്പ്. ഇത് നമുക്ക് ബാക്ക് പാക്കിൻ്റെ സ്ട്രാപ്പിലൊക്കെ ഇതുപോലെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ സാധിക്കും. ഇതിൻ്റെ ഈ സ്ഥലത്താണ് നമ്മൾ ക്യാമറ അറ്റാച്ച് ചെയ്യുന്നത്. ക്യാമറ കണക്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ബാഗിൻ്റെ സ്ട്രാപ്പിൽ കണക്ട് ചെയ്യാം, ക്ലിപ്പ് ചെയ്ത് വെക്കാം. ഇവിടെ നമുക്ക് ക്യാമറ വെച്ച് റെക്കോർഡ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ക്യാമറ വെക്കാം. വ്ളോഗിംഗ് കേസിൻ്റെയും ക്ലിപ്പിൻ്റെയും വിശേഷങ്ങളായിരുന്നു നിങ്ങൾ ഇതുവരെ കണ്ടത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഓസ്മോ ആക്ഷൻ ക്യാമറയുടെയും വ്ളോഗിംഗ് കേസിൻ്റെയും ഈ ക്ലിപ്പിൻ്റെയും പർച്ചേസിംഗ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പർച്ചേസ് ചെയ്യാനും വിലയറിയാനും നിങ്ങൾക്ക് ആ ലിങ്ക് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.